ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ നവ്യയെ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി അല്ലെ പുറത്താക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നയന ചെയ്യുന്നതെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നവ്യ. അപ്പം നവ്യയോട് നയന ചോദിച്ചു, അങ്ങനെ ചേച്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി എന്ന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് വന്നത്? ചേച്ചിയെ ഒഴിവാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് അന്നേരം അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സംസാരത്തിനിടയിൽ ഈ ഇല്ലാത്ത ഗർഭത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നയന ചോദിച്ചു. ഈ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. എന്നെ പരിശോധിച്ച ഡോക്ടറെ പോലും ഞാൻ മെരുക്കി നിർത്തി, പിന്നെയല്ലേ ഒരു ഹോം നേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നവി ഇങ്ങനെ അഹങ്കരിച്ച് പറയുമ്പോൾ അത് ചേച്ചി മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിടിച്ചു നിർത്തിയതല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. പക്ഷേ ഈ പുള്ളിക്കാരുടെ അടുത്തത് നടക്കുമെന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ച് നയന ഇങ്ങനെ വരുമരാഴികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവളോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നവ്യ മനസ്സുകൊണ്ട് ചിന്തിക്കുക. എങ്ങനെ ഊരിപ്പോരും, എനിക്കാണെങ്കിൽ ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തുടങ്ങിയ രീതിയിലൊക്കെ ദേ നമ്മുടെ നവ്യ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. കാരണം കയ്യിൽ നിന്ന് പോയതാണെന്നുള്ള കാര്യം നവ്യയ്ക്ക് അറിയാം. നവ്യയ്ക്കൊരു ആപത്ത് സംഭവിച്ചാൽ അത് തീർച്ചയായും നയനയുടെ തലയിലേക്കും വെച്ച് കൊടുക്കും. നയനയെയും പിന്നെ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല നവ്യ. അത്രത്തോളം നല്ല മനസ്സിനുടമയാണ് ചേച്ചി. അനുജത്തിക്കിട്ട് എങ്ങനെ പാര പണിയണം എന്ന് ഗവേഷണം നടക്കുന്ന ഒരു ചേച്ചി. അങ്ങനെ നവ്യ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉടനെ തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നവ്യ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് മകളെ, അതായത് ഗർഭിണിയായ മകളുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്. അതുമാത്രമല്ല, പോയ നയനമോള് മടങ്ങി വന്നിട്ടാണെങ്കിലും വലിയ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ നയനയുടെ മുഖത്തും ഇല്ല. അപ്പോൾ ഇവരെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കനകവും അതുപോലെ ഗോവിന്ദേട്ടനും കൂടി തറവാട്ടിലേക്ക് അനന്തപുരിയിലേക്ക് വരുവാണ്. അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മക്കളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞും കേട്ടുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മായിമ്മമാർ രണ്ടുപേരും കൂടി ഏത് നേരവും അവരെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ജലജയാണെങ്കിൽ അവരെ കൊച്ചാക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തോടത്തെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി വരുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ അവഹേളിച്ചും അപമാനിച്ചും ജലജ ഇങ്ങനെ അതിൽ സന്തോഷം കണ്ടെത്തുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വഴക്ക് പറയുന്നുണ്ട്. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടി വന്നതല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് സ്വത്തിന് മാത്രമേ ഇച്ചിരി കുറവുള്ളൂ, അഭിമാനത്തിനൊരു കുറവില്ല രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹം. അപ്പോൾ ഇവറ്റകളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ഗോവിന്ദൻ ഇവരോടൊന്നും ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നും മുത്തശ്ശൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോരുക. എന്ത് ചെയ്യാനാ, നമ്മളെ രണ്ടുപേരെയും നമ്മുടെ മക്കളുടെ അമ്മായിമ്മമാർക്ക് കണ്ടുകൂടാ. പ്രത്യേകിച്ച് ആ പറയുന്ന അവൾക്ക്, ആ ജലജയെന്ന് പറയുന്നവൾക്ക്, അവളാണെങ്കിൽ ഒരു രീതിയിലും നമ്മളെ അംഗീകരിക്കുന്നുമില്ല. നമുക്കെപ്പോഴും നമ്മളെ കുറ്റവും കുറവും മാത്രം കണ്ടുപിടിച്ച് അവൾ നമ്മളെ വെറും മോശക്കാരാക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ ചുമ്മാ ഒന്ന് അടങ്ങിയിരിക്കും, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇങ്ങനെ അഭിപ്രായം പറയണ്ട, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ടാണ് അവർ നമ്മളെ ഇങ്ങനെ എപ്പോഴും കൊച്ചാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ നേരത്തേക്കും പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു സംസാരവും കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്ത് അനിയും അതുപോലെ അനാമികയും കൂടെ ചേർന്ന് നന്ദുവിനെ കാണാനായിട്ട് വിളിക്കുന്നു. അപ്പോൾ നന്ദുവിന് ഇവരുടെ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടാണ് അനാമിക വന്നിരിക്കുന്നത്. അനാമികയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇത് കൂടുതലാണ്, എങ്ങനെയെങ്കിലും അനിയിൽ നിന്നും നന്ദുവിനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവരുടെ കല്യാണം അടുത്തു, എല്ലാ കാര്യങ്ങളും അടുത്ത് പിടിച്ച് വന്നു എന്ന് അറിയുമ്പോൾ നന്ദു പിന്നെ ഇതൊക്കെ പതുക്കെ പിന്നോട്ട് മാറിക്കോളുമല്ലോ. അപ്പോൾ അതാണ് അനാമിക ഉദ്ദേശിക്കുന്നുണ്ട്. അനിയെ വിളിച്ച് പറഞ്ഞു നന്ദുവിനെ കാണണം, നന്ദുവിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് നന്ദു തയ്യാറാകുമോ എന്നുള്ള കാര്യം അറിയില്ലാത്തത് കൊണ്ട് അതിന് അവൾ നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു നമ്മുടെ അനി. അപ്പോൾ എന്തായാലും മേടിച്ചു കൊടുക്കാം, അനി എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി എന്നും പറഞ്ഞ് അനിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് നന്ദുവിനെ വിളിച്ചു, ഇന്നടുത്ത് വെച്ച് കാണണമെന്ന് പറയുന്നു. നന്ദു ആണെന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അനാമിക ഈ സാധനം, അതായത് ഈ കവർ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു. ഇതൊരു സാരിയാണെന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുക. സാരിയോ? ഞാൻ സാരിയൊന്നും ഉടുക്കാറില്ല എന്ന് നന്ദു പറഞ്ഞു. സാരി ഉടുക്കാറില്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഉടുത്താലോ ഉടുത്തില്ലെങ്കിലോ അതൊക്കെ നന്ദുവിൻ്റെ ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ വിവാഹത്തിന് നന്ദുവിനൊരു ഗിഫ്റ്റ് തരണമെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഹനിയുടെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, ആ ആൾക്ക് വേണ്ടിയിട്ട് അനിയുടെ ഭാര്യയാകുന്ന ഞാൻ തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇത് മേടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അനി
നന്ദു മേടിക്കാതെ നിന്നപ്പോൾ നന്ദുവിനോട് പറഞ്ഞു മേടിക്കും നന്ദു എന്ന്. അനി അത് തർപ്പിച്ചു പറഞ്ഞപ്പോഴേക്കും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നമ്മുടെ നന്ദു അത് വാങ്ങിച്ചു. പറ്റിയാൽ വിവാഹത്തിന് ഈ സാരി ഉടുത്തുകൊണ്ട് തന്നെ നന്ദു വരണം, ഈ സാരിയിൽ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അനാമിക പറയാം. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യവും സംസാരവും എല്ലാം കഴിഞ്ഞ് അനാമിക ഇങ്ങനെ പോകുന്നു, യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോഴും നന്ദുവിനെ നോക്കിക്കൊണ്ട് അനി ഇങ്ങനെ നിൽക്കുമ്പം എന്താ അനി നീ വരുന്നില്ലേ എന്ന് ചോദിച്ച് അനിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് അനാമിക. ഇതെല്ലാം കണ്ടിങ്ങനെ നിസ്സഹായതയോടുകൂടി നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുക, ഒന്നും പ്രതികരിക്കാൻ പോലും കഴിയാതെ. ഇതേ സമയത്ത് നമ്മുടെ ആദർശനാണെങ്കിലും വമ്പൻ ടെൻഷനാണ്. കാരണം മുത്തശ്ശൻ ഈ 2 ദിവസമായിട്ട് ഭയങ്കര സങ്കടമാണ്. മടങ്ങിയെത്തിയ നയന ഇനി മുത്തശ്ശനോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് ആരിൽ നിന്ന് എങ്ങനെ അറിയാം? മുത്തശ്ശൻ ഒരിക്കലും പറയില്ല. ഒരു പക്ഷേ ഇനി നയനയോട് എന്തെങ്കിലും സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ നയനയെ കൊണ്ട് പറയിക്കാൻ പറ്റുവാണെങ്കിൽ അത് പറയിക്കാം എന്നുള്ളൊരു ഇതിലിങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ നയനയ്ക്കരികിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നയന റൂമിൽ ഇങ്ങനെ ജോലിയൊക്കെ തീർത്തിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് നയനയെ സോപ്പിട്ട് ചെല്ലുക. ഇതും ആദർശിൻ്റെ യഥാർത്ഥ സ്നേഹമാണോ അഭിനയമാണോ എന്ന് പോലും അറിയില്ല. അത് നയനയ്ക്കും അറിയില്ല. നയനയും ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. കാരണം ആദർശിൻ്റെ ഓരോ പ്രവർത്തികളും അത് എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആദർശ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് സങ്കടം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് സങ്കടങ്ങളുണ്ടെന്നുള്ള കാര്യം ആദർശേട്ടൻ അറിയില്ലേ എന്ന് ചോദിച്ചു. എന്താ നിൻ്റെ സങ്കടം? എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനത് തീർത്ത് തരാമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഒരിക്കലും ആദർശേട്ടനെ തീർത്ത് തരാൻ കഴിയില്ല. പിന്നെ ആദർശേട്ടൻ ഇപ്പം എന്തിനാണ് എൻ്റെ അടുത്ത് വന്നതെന്നും ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം നയനി അന്നേരം പറഞ്ഞു. ആദർശേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അത് ഞാൻ പറയില്ലെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും നയന ചോദിക്കുക. പിന്നെ എൻ്റെ മനസ്സിലെ സങ്കടം അതെന്തുകൊണ്ടാണെന്ന് ആദർശേട്ടന് നന്നായിട്ട് അറിയാം. ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമല്ലാത്തൊരു പെൺകുട്ടി ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ വീട്ടിൽ അവൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അവളുടെ ഉള്ളിലെ കണ്ണുനീര്, അവളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അവൾ കടിച്ചമർത്തേണ്ടി വരും. അങ്ങനെ വേണം അവൾ ആ കുടുംബത്തിൽ ജീവിക്കാനായിട്ട്. അങ്ങനെ ഒരു ജീവിതമാണ് എൻ്റേത്. അപ്പോൾ ആ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് തീർക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് മുത്തശ്ശന് വേണ്ടി മാത്രമാണെന്നും മുത്തശ്ശന് സങ്കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ മുന്നിൽ നയന തൻ്റെ മനസ്സ് തുറന്നു സംസാരിക്കുന്നു. അപ്പോഴും ആദർശിൻ്റെ ലെറ്റർ കിട്ടിയതോ അല്ലെങ്കിൽ ആദർശ് അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിലാണ് താൻ ഇറങ്ങിപ്പോയതെന്നോ ഇതൊന്നും നമ്മുടെ നയന പറയണില്ല കേട്ടോ. നയന ഇങ്ങനെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ ആദർശിൻ്റെ മുന്നിൽ പറയാം. ഇവളെന്ത് ഈ പറയണേ, ഇവളെന്ത് ഉദ്ദേശിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് ആദർശ് ഇങ്ങനെ മനസ്സുകൊണ്ട് എന്തായാലും ചിന്തിക്കുന്നുണ്ട്. തന്നെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ, പ്രത്യേകിച്ച് ആദർശേട്ടന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ നയന എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് പിന്നെ നയനയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ സങ്കടപ്പെട്ട് നിന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് നേരെ പൂജാമുറിയിൽ പോയി അവിടെ നിന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തനിക്കൊരിത്തിരി സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ തൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ മുഴുവൻ കരഞ്ഞും പറഞ്ഞും തീർക്കുകയാണ് നമ്മുടെ നയന. അതിന് മാത്രമാണല്ലോ നയനയ്ക്കൊരിതുള്ളൂ. കാരണം നയനയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നയനയെ മനസ്സിലാക്കാനോ ഒരിക്കലും ആദർശ് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആദർശ് അതിന് തയ്യാറാകില്ല എന്നുള്ള കാര്യം നയനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നയന ഭഗവാന്റെ മുന്നിൽ തൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദർശാണെങ്കിൽ നയനയെ സോപ്പിടാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് ഓരോ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ വരുമ്പോൾ കാലയിലിടാനായിട്ടൊരു പാദസരം എന്നുള്ള രീതിയിൽ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അത് നയനയ്ക്ക് കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നയനയെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് നയനയോട് അത് എടുക്കാൻ പറഞ്ഞിട്ട് നയനയോട് അത് കാലയിൽ അണിയാൻ പറഞ്ഞു. അപ്പോൾ നയനെ അത് ഇടാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ എന്ത് ചെയ്തു, ആദർശ് തന്നെ മുൻകൈ എടുത്ത് ആ ഒരു പാദസരം നമ്മുടെ നയനയുടെ കാലുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് ഈ പാദസരം ആദർശ് നയനയുടെ കാലിൽ അണിയിച്ച് കൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ആദർശികമായിട്ട് അതിലാണ് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് സമാധാനമായി. എന്തായാലും അവരിത് കണ്ടല്ലോ ആ ഒരിത്. അങ്ങനെ മുത്തശ്ശിയും ഈ ഒരു കാഴ്ച കണ്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഇവരുടെ ബെഡ്റൂമിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചു എന്ന് ഉള്ളൊരു വിശ്വാസത്തിൽ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി
ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്